ഇക്കഴിഞ്ഞ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറിക്ക് അർഹമായ ടിക്കറ്റ് നഷ്ടമായെന്ന് കാണിച്ച് പിറവം സ്വദേശി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ ഒന്നാം സമ്മാനമായ 20 കോടി രൂപയുടെ വിതരണത്തിനുള്ള സ്റ്റേയും നീക്കം ചെയ്തിട്ടുണ്ട്. പിറവം സ്വദേശിയായ റിട്ടയർഡ് ASI KK സജിമോനാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറി ടിക്കറ്റിലെ ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി പിറവം സ്വദേശിയായ റിട്ടയർഡ് ASI KK സജിമോൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഒന്നാം സമ്മാനമായ 20 കോടി രൂപയുടെ വിതരണത്തിന് താൽക്കാലികമായി ഏർപ്പെടുത്തിയ സ്റ്റേ നീക്കി. സമ്മാനാർഹമായ ടിക്കറ്റ് താൻ വാങ്ങിയതാണെന്നും അതിനു പിന്നിൽ പേരും മേൽവിലാസവും എഴുതിയിട്ടുണ്ടെന്നുമുള്ള ഹർജിക്കാരന്റെ വാദം തെറ്റാണെന്ന് കണ്ടെത്തിയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഹർജി തള്ളിയത്. സമ്മാനാർഹമായ ടിക്കറ്റ് മറ്റൊരാൾ ലോട്ടറി വകുപ്പിൽ നൽകിയിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ അത് ഹാജരാക്കി. സമ്മാനത്തിന് അവകാശമുന്നയിച്ച ആളുടെ പേര് വിവരം അതിനു പിന്നിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടെന്ന് കോടതി വിലയിരുത്തി. ഇതിൽ വെട്ടലോ തിരുത്തലോ കൃത്രിമം കാട്ടിയതിന്റെ ലക്ഷണങ്ങളോ ഇല്ലെന്നും ചൂണ്ടിക്കാട്ടി. ഹർജിക്കാരന്റെ പരാതിയിൽ ലോട്ടറി വകുപ്പും അന്വേഷണം നടത്തിയിരുന്നു. ടിക്കറ്റിൽ കൃത്രിമം നടന്നിട്ടില്ലെന്നാണ് കണ്ടെത്തിയത്. ടിക്കറ്റിലെ സുരക്ഷാ ഫീച്ചറുകളും പരിശോധിച്ച് ബോധ്യപ്പെട്ടതായി സർക്കാർ അറിയിച്ചു. ഹർജിക്കാരന് നിയമപരമായ മറ്റു മാർഗങ്ങൾ തേടാൻ ഉത്തരവ് തടസ്സമല്ലെന്നും കോടതി പറഞ്ഞു. ജനുവരി 24-നായിരുന്നു നറുക്കെടുപ്പ്. ആന്ധ്രാപ്രദേശ് സ്വദേശികളായ അയ്യപ്പ ഭക്തർ തന്റെ വാഹനത്തിൽ മറന്നുവെച്ച നെയ്പാത്രം കൊറിയർ വഴി അയച്ചു നൽകുന്നതിനിടെ ടിക്കറ്റ് നഷ്ടപ്പെട്ടെന്നായിരുന്നു ട്രാവലർ സർവീസ് നടത്തുന്ന സജിമോന്റെ പരാതി. സമ്മാനാർഹമായ ടിക്കറ്റ് മറ്റൊരാൾ ലോട്ടറി ഡയറക്ടറേറ്റിൽ ഹാജരാക്കിയെന്നറിഞ്ഞതോടെയാണ് കോടതിയെ സമീപിച്ചത്. സർക്കാരിനായി ഗവൺമെന്റ് പ്ലീഡർ രാജീവ് ജ്യോതിഷ് ജോർജാണ് ഹാജരായത്. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.